മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ട്രംപിന്റെ അസാധാരണമായ ഒരു പ്രതികരണമാണ്. തനിക്ക് ഇസ്രായേലിൽ 99% ജനപ്രീതി ഉണ്ടെന്നും അപ്പോൾ തനിക്ക് തൻ്റെ അമേരിക്കൻ പ്രസിഡന്റ് കാലാവധിക്ക് ശേഷം അവിടെ വേണമെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായി മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുവെന്നുമാണ് US പ്രസിഡന്റ് ട്രംപിൻ്റെ പുതിയ കിറുക്കൻ പ്രതികരണം. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഈ അസാധാരണമായ വാക്കുകൾ വന്നത്. എനിക്ക് അവിടെ പിന്തുണയുണ്ട്. ഇന്ന് രാവിലെ ലഭിച്ച ഒരു സർവേ ഫലത്തിലും ഇതാണ് വ്യക്തമാകുന്നത്. അതിനാൽ US പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞാൽ ഞാൻ ഇസ്രായേലിലേക്ക് പോയി അവിടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ പ്രശംസിച്ച ട്രംപ് അദ്ദേഹം താൻ പറയുന്നത് എന്തും അനുസരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. അതായത് വേണമെങ്കിൽ ബെന്യാമിൻ നെതന്യാഹു മാറിയിട്ട് തന്നെ വേണമെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആക്കാം എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. എന്നാൽ അർഹമായ പരിഗണന ഇസ്രായേൽ നെതന്യാഹുവിന് കിട്ടുന്നില്ല എന്നുള്ള പരാതി കൂടി ട്രംപിനുണ്ട്. ഏതായാലും ഇത് അസാധാരണമായ പ്രതികരണമാണ്. ഇസ്രായേലിൽ താൻ പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ പറയുമ്പോൾ അമേരിക്കൻ ജനത അതിനെ എങ്ങനെ കാണും? അല്ലെങ്കിൽ തന്നെ അഭിമാനത്തിൻ്റെ പരകോടിയിലുള്ള ഒരു ജനവിഭാഗമാണ് അമേരിക്കയിൽ. അവർ ഇത്തരത്തിൽ തങ്ങളുടെ പ്രസിഡന്റ് പറയുമ്പോൾ അതിനെ എങ്ങനെ കാണും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ഇന്ത്യയും ഇറ്റലിയും ചൊവ്വാഴ്ച തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായിരുന്നു. വ്യാപാരം, വാണിജ്യം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഇത്. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ചൊവ്വാഴ്ച മോദി ഇറ്റലിയിലെത്തിയത്. ഇന്നിപ്പോൾ സന്ദർശനം കഴിഞ്ഞ് മോദി മടങ്ങിയെത്തിയിട്ടുണ്ട്. സെർജിയോ മത്തറെല്ലോയ മോദി സന്ദർശിച്ചിരുന്നു. വ്യാപാരം, നിക്ഷേപം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഇറ്റലി ബന്ധത്തെക്കുറിച്ചും AI, ധാതുക്കൾ, ബഹിരാകാശം, ആണവോർജ്ജം എന്നീ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും 2029 ഏതാണ്ട് 2.3 ലക്ഷം കോടി രൂപയുടെ ഉഭയകക്ഷി വ്യാപാരം ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ നമുക്ക് മനസ്സിലാകും, ഇറ്റലിയിൽ ജനുവരിയിലെ കണക്കനുസരിച്ച് 1,86,833 ഇന്ത്യക്കാരുണ്ട്. അതിൽ 55,100ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ ക്ഷേമകരമായ കാര്യങ്ങളാണ് മോദിയുടെ സന്ദർശനത്തിൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.